സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. എനിക്ക് ചിരി വരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ. കാരണം നാട്ടിൽ നല്ല ചൂട് സമയമാണ് ഇപ്പോൾ. പാമ്പുകൾ മാളത്തിൽ നിന്നെല്ലാം ഇറങ്ങി പലരെയും കടിക്കുന്നുണ്ട്. കാര്യം ഒരു കുട്ടിയെ കടിച്ചു, മരിച്ചു. ഒരു സ്ത്രീയെ മധ്യവയസ്കയായ ഒരു സ്ത്രീയെ കടിച്ചു, അവരും മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡെയിലി ഇങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പോൾ അതുപോലെ ഈ വിഷമുള്ള പാമ്പുകൾ മാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചൂട് സമയമായപ്പോൾ. കാരണം അവർ വെള്ളം കുടിക്കാനും തണുപ്പ് കിട്ടാനും വേണ്ടി ഇറങ്ങുകയാണ്. ആ സമയത്തായിരിക്കും ശത്രുക്കള എന്ന് തോന്നുന്നവര് അത് കണ്ടുമുട്ടുന്നതും ഇങ്ങനെ കടിക്കുന്നതും. അതുപോലെയാണ് നമ്മളെ വിഷകലയും ഒരു സെൻകുമാറും ഒരു ശ്രീലേഖയും ഒക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒട്ടകം. പിന്നെ എന്തായാലും ശരി, അങ്ങനെ വിഷമുള്ള ജന്തുക്കളായാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇവർ മനുഷ്യ ജന്തുക്കളാണ്. മറ്റതെന്ന് പറഞ്ഞാൽ ഈ ഇഴഞ്ഞു പോകുന്ന ഊരകങ്ങളാണ്. എന്തായാലും ശരി, നമ്മളെ കേരളം കുട്ടിച്ചോറാക്കി അടങ്ങും എന്നാണ് ഇപ്പൊ തോന്നുന്നത്. ഇവരെല്ലാം ഇനി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവിടെ ഒരു നിയമമില്ലേ കേരളത്തില്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു നിയമമില്ലേ? ഇവരെയൊക്കെ പിടിച്ച്, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. പിടിച്ചകത്തിടണം. അകത്തിട്ട് ജാമ്യം പോലും കൊടുക്കരുത്. നിയമം പ്രത്യേകമായി പുതിയതായിട്ട് ഉണ്ടാക്കണം. ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ അവർക്ക്, അതായത് ഭരണവർഗങ്ങൾക്ക്, അതായത് RSS സംഘപരിവാർ ശക്തികളാണ് ഭരിക്കുന്നത് അവിടെ വടക്കേ ഇന്ത്യയിൽ. അവർക്ക് എതിരായിട്ടുള്ളവരെ എന്തെല്ലാമാണ് ചെയ്യുന്നത്? വീട് ബുൾഡോസർ കൊണ്ടുവന്ന് പൊളിക്കുക, അവരെ പിടിച്ച് അകത്താക്കുക, ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുന്ന. അതുപോലെ കേരളത്തിലും ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ വിഷകലയെ ആദ്യം പിടിച്ച് അകത്താക്കണം. ഈ സെൻകുമാറിന്റെ സെൻകുമാറിന് പേയളവ് കിടക്കുകയാണ്. പേപ്പട്ടിയുടെ സ്വഭാവമാണ് ഇപ്പൊ സെൻകുമാറിന്. എന്ത് കണ്ടാലും വർഗീയത. ഇന്നാള് 3-4 ദിവസത്തിന് മുമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തുന്നത്. ഇയാൾ പഴയ ഒരു DGP ആയിരുന്ന ആളാണ്. ഇയാൾ തെണ്ടിത്തരം കാണിക്കുന്നത്. തെണ്ടിപ്പട്ടികളെയൊന്നും കഷ്ടമല്ല ഇയാൾ ഈ കാണിക്കുന്നത്. പെൻഷൻ ഇപ്പോഴും വാങ്ങിക്കാണ്. DGP ആയിരുന്നതിന്റെ പെൻഷൻ വാങ്ങിച്ചോണ്ടിരിക്കുന്നവനാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പ്രകടനം നടത്താൻ. വേറൊരുത്തി ഇറങ്ങിയിട്ടുണ്ട്, ശ്രീലേഖ. അവൾ ഇറങ്ങിയിട്ട് പോടാ പുല്ലേ പോലീസേ എന്ന് വിളിക്കുന്നത്. അവക്കും കൊടുക്കുന്നുണ്ട് ഇവിടെ പെൻഷൻ. അപ്പൊ ഇവരെയൊക്കെ എന്താണ് ചെയ്യാനുള്ളതിന്? എന്റെ അഭിപ്രായം, ബലമായ അഭിപ്രായം മാത്രമല്ല, ഇവിടെയുള്ള സാധാരണ ജനക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇവരുടെ പെൻഷൻ കൊടുക്കാനേ പാടില്ല. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. എന്തിനാണ്? അക്രമികളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട്. അതായത് RSS സംഘപരിവാറുകാർ അക്രമം കാട്ടി ഒരാളിനെ അടിച്ച് ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി